നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. സാരി ഉടുക്കൽ എന്നെ കൊണ്ട് നടക്കണ പണിയല്ല. നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് പോയി സാരിയൊക്കെ എടുത്തിട്ട് വരാം. തൊട്ടിപ്പുറം തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചിയുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ സാരി കൈ പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നാൽ എടുത്തു വന്നു കഴിഞ്ഞപ്പോൾ സാരിയുടെ തലയൊക്കെ താഴെ കിടക്കണ്ട എന്താണെന്നൊരു പിടുത്തവും കിട്ടണില്ല. മക്കളാണേ അവർക്ക് റിസപ്ഷൻ ഫൈനലി എനിക്ക് സാരി എടുപ്പിച്ച് തന്നിട്ടാ. അതേ അടിപൊളിയായിട്ട് സാരി വേറെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ കളർ നല്ലോണം ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സാരിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് പട്ട് ഷോ നടത്തിക്കൊണ്ടിരിക്കേണ്ട. വല്ല കാലത്തൊക്കെ സാരി എടുക്കുള്ളൂ. സാരി എടുക്കുമ്പോഴാണ് ഒടുക്കത്തെ ഷോ ആയിക്കോട്ടെ. ഞാൻ കുറേ നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പോയി നല്ല സെറ്റപ്പിൽ സാരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് മാറിയിട്ടാ. ഒരു റോസ് കളറിലെ മുത്തുമാലയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടില്ല. ഇപ്പൊ ഞാൻ അതാണ് ഇട്ടത് കേട്ടോ. അപ്പൊ അതൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോ അങ്ങനത്തെ മാലയൊക്കെ ഇട്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു മാല ഇട്ടാണ്. അപ്പൊ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക്. ഒരുത്തത്തിന് നമ്മുടെ മാല ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നെ ഇടക്കിടക്കിടക്ക് പാണ്ടിച്ചിട പോലെ ഇരിക്കണമെന്ന് പറയണം. അതാണ് ഞാൻ വേഗം അത് മാറ്റി സ്വർണ്ണമാലയിൽ വെച്ചത് എടുത്തിട്ടാ. ഇനിയിപ്പോ നമ്മൾക്ക് ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് കയറണം. ഞാൻ അവന്റെ ഷർട്ടിന്റെ സൈസൊക്കെ ചോദിച്ചു. ആൺകൊച്ചാവുമ്പോ പ്രത്യേകിച്ച് പാടാണ്. പെൺകൊച്ചാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേഗം വാങ്ങിച്ച് കൊണ്ടുപോകാൻ നോക്കാം. ആൺപിള്ളേരാവുമ്പോ നമുക്ക് ഭയങ്കര പാടാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ. അപ്പൊ ഞാൻ അവന്റെ ഷർട്ടിന്റെ സൈസൊക്കെ ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഓരോരോ നമുക്ക് ആംഗ്ലയില്ലാത്തതിന്റെ പേരിൽ എനിക്കൊക്കെ ആംഗ്ലെന്ന് പറയാൻ ഒക്കെ ഉള്ളൊരു ഒരുത്തനാണ്. അപ്പൊ അവരുടെ ഇതിന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. പെങ്ങള് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണത് ശരിയല്ല. കട്ടിയായിട്ടൊക്കെ ഒന്നും കൊടുക്കാനുള്ള അവസ്ഥയിൽ പെങ്ങൾ ഇപ്പോഴായിട്ടില്ല. അങ്ങനെ നമ്മൾ ഓറഞ്ചിൽ വന്നേക്കെ എന്റെ ഷർട്ട് എടുക്കാനായിട്ട്. ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നേരെ റിസപ്ഷൻ പോകും. അപ്പൊ നമ്മൾ ഓറഞ്ചിൽ ഞാൻ അഞ്ചേട്ടന്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ചിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഓറഞ്ചിൽ പോയിട്ട് കളക്ഷൻസ് എന്തൊക്കെ ഉണ്ട് നോക്കാം. കൊടുങ്ങല്ലൂർ ഓറഞ്ചിലാണ് നമ്മൾ വന്നേക്കണം. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സൈസ് അറുത്തിട്ട് അങ്ങോട്ട് കിട്ടൂല. മിക്കപ്പോഴും ഞാൻ വരുമ്പോഴും സൈസ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്പം അഞ്ചേട്ടന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ളതുകൊണ്ട് ഞാൻ അഞ്ചേട്ടനെ അത് അങ്ങോട്ട് ഏൽപ്പിച്ച് അഞ്ചേട്ടൻ പറ്റിയൊരു ഷർട്ട് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ? മനസ്സിലാവുള്ളൂ. ഇത്ര പറഞ്ഞ നേരം കൊണ്ടാണെന്ന് അറിയോ പണി? എത്ര സ്പീഡിലാണെന്ന് അറിയോ? ഇവിടുന്ന് ഇപ്പൊ ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞൊക്കെ പോയി തിരിച്ച് വരുമ്പോ റോഡായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് അടിപൊളിയാവും. ഈ ബിൽഡിംഗ് ഒക്കെ നമ്മൾ ചെയ്തേക്കണേട്ടാ നമ്മളുടെ വർക്കാണ് ആ കാണുന്നത്. നമ്മളുടെ വർക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പ്രത്യേക ഒരു സന്തോഷം. 5 മണിക്ക് നമ്മളിവിടെ എത്തി ഗൈസ്. ഞാൻ ഒട്ടും ഓർത്തില്ലാട്ട് ഇത്ര നേരത്തെ എത്തുമെന്ന്. ഞാൻ പറഞ്ഞതാണ് ഈ മനുഷ്യനോട്. വായു എത്തിച്ച് ഓടിപ്പോന്ന്. ചെക്കനും പെണ്ണോട് എത്തിയിട്ടുണ്ടാന്ന് കണ്ടറിയേണ്ടി വരും. ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 5 മണിക്ക് റിസപ്ഷൻ തുടങ്ങണേ. കറക്റ്റ് 5 മണിക്ക് തന്നെ നമ്മളിവിടെ എത്തി. എൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ റിസപ്ഷൻ. നമ്മൾ 5 മണിക്ക് എനിക്ക് ഭയങ്കര ചമ്മല് ഗൈസ്. അവനൊക്കെ വന്നാന്നാവോ? വന്നപ്പോൾ അവിടെ ജ്യൂസൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ എടുത്ത് കഴിച്ച് സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ പതുക്കെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചിരിക്കുമ്പോഴും നമ്മളുടെ മണവാളനും മണവാട്ടിയൊക്കെ എത്തുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടെ ഇരിക്കണേ. റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയാക്കിയ സ്ഥിതിക്ക് പറഞ്ഞ നേരം കൊണ്ട് നമ്മളിവിടെ എത്തി. അതായിരുന്നു കേട്ടോ വാസ്തവം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ പെട്ടാലാന്ന് ഓർത്തിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ ട്രാഫിക്കൊന്നുമില്ല. ഇപ്പോൾ അടിപൊളിയായിട്ട് റോഡ് 2 സൈഡിൽ കൂടി സർവീസ് റോഡൊക്കെ വന്ന കാരണം നമ്മൾക്ക് പറഞ്ഞ നേരം കൊണ്ട് എത്താം ഇപ്പോൾ. അപ്പോൾ വേഗമായി വന്നതുകൊണ്ട് എന്തായാലും വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവൻ വരുമ്പോൾ എനിക്ക് നേരെ അവൻ വന്നതൊക്കെ കാണാമല്ലോ ഓർത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ അതേ മണവാളിനും മണവാട്ടിയൊക്കെ എത്തണുണ്ട് കേട്ടോ. ഞാൻ സാധാരണ പരിപാടിയൊക്കെ പകുതിയാകുമ്പോഴാണ് വരാറ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരത്തെ വന്നുകൊണ്ട് മണവാട്ടി മണവാളിനൊക്കെ വന്നതുകൊണ്ട് അവനെന്നെ കണ്ട്. അപ്പോൾ വന്നാൽ കഴിഞ്ഞപ്പോഴേക്കും സൈഡിൽ കൂടി കണ്ട് ഗ്ലാസ്സിൽ കൂടി അപ്പോഴേക്കും ഹായൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനിവിടെ തൊട്ട് മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ഇറങ്ങണമൊക്കെ ഒന്ന് നേരെ എടുക്കാലാന്ന് ഓർത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നെ കണ്ടപ്പോഴേക്കും ഹായൊക്കെ പറഞ്ഞ് ചിരിക്കേണ്ട. കുറേ ഇപ്പോൾ വർഷം ഇപ്പം ഞാൻ ഗൾഫിലാണ്, ദുബായിലാണ്. അപ്പോൾ കുറേ നാളെത്തിയിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു 6 വർഷത്തോളമായിട്ടേന്ന് തോന്നണം ഒരുമിച്ച് നേരെ കണ്ടിട്ട്. അങ്ങനെ അതേ നമ്മുടെ മണവാളിന് ഇറങ്ങി. ഇതാണ് നമ്മുടെ അക്ഷയ്.
ഞാൻ മുമ്പ് വർക്ക് ചെയ്ത് വെച്ച അപ്പെക്സ് ബിൽഡേഴ്സിൽ സൂപ്പർവൈസേഴ്സിൽ ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കൂട്ടുണ്ട് ഇപ്പോഴും. നമ്മൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും കണക്ഷനൊക്കെ ഇപ്പോഴും വർത്തമാനം പറയുകയും വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ കോണ്ടാക്റ്റുള്ളൊരു കൂട്ടുകാരനും കൂടിയാണ് അക്ഷയ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഒരു ഹായൊക്കെ പറഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറിയിട്ടാ. പേര് പോലെ തന്നെ നല്ല ഗ്രാൻഡാണ് ഓഡിറ്റോറിയം. ഗ്രാൻഡ് ഓഡിറ്റോറിയം ആയിരുന്നു കയ്പമംഗലത്ത്. അത്യാവശ്യം നല്ല ഗ്രാൻഡാണ്, നല്ല പാർക്കിംഗ് ഏരിയയും. നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫീൽഡ് കാരണം നമ്മൾ പാർക്കിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും എൻ്റെ സ്പേസും ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള ഓഡിറ്റോറിയം. അപ്പോഴേക്കും നമ്മുടെ മണവാളൊക്കെ വന്നിട്ട് അതേ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വയലിൻ സോങ്ങിൻ്റെ അകമ്പടിയോടുകൂടി അക്ഷയും മണവാട്ടിയും കൂടി ഇതേ സ്റ്റേജിനുള്ളിലോട്ട് കയറിയേ. അങ്ങനെ എൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നിട്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരുമിച്ച് കയറി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ അപ്പെക്സ് ബിൽഡേഴ്സിലെ സാറുമാർ 2 പേരും വന്നിട്ടുണ്ട്. മണിക്കുട്ടി സാറും മനോജ് സാറും. അവരുടെ കൂടെ ഒരു 6 വർഷത്തോളം ഞാനുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു 5 വർഷം കൊറോണ ടൈം ആയപ്പോഴേക്കും ഇവരൊക്കെ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് കുറച്ചാളും കൂടി ഞാൻ അപ്പെക്സ് ബിൽഡേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 കൊല്ലം അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്തോരം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇരിക്കുന്നത് മണിക്കുട്ടി സാറിൻ്റെ വൈഫ് റീന ചേച്ചി. ഇനി അങ്ങോട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനോജ് സാറും വൈഫ് ലീന ചേച്ചി കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. ഇപ്പോൾ ഇവർ മാത്രമല്ല, അതേ മക്കളുണ്ട്, വാവച്ചിയും അക്കും. അങ്ങനെ നമ്മളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മളത് പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ എത്തിയേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ പോകണം. ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മച്ചി പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിക്കേണ്ട. അപ്പോൾ ഒന്ന് ജസ്റ്റ് വീട്ടിൽ കയറിയിട്ട് നമ്മൾക്കിനി അങ്ങോട്ട് പോകണം. ഭക്ഷണമൊന്നും കഴിക്കില്ല, ഭക്ഷണമൊക്കെ പുറന്ന് ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് അവിടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കൊച്ചിൻ്റെ അകത്ത് പോയി നമ്മളിങ്ങോട്ട് പോരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ പറയാറില്ല, എന്നാലും പറയണിപ്പം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നിങ്ങൾ ആ കമൻറ്റിലൂടെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലാണ് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടാലേ എനിക്ക് അത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പം ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ വരെ ഓക്കെ, ബൈ.